Hello everyone, welcome to the course on Power Generation, Transmission and Protection. We are discussing Module 5. In Module 5, today we are entering to SF6 circuit breakers. SF6 circuit breakers അല്ലെങ്കിൽ സൾഫർ ഹെക്സാഫ്ലൂറൈഡ് സർക്യൂട്ട് ബ്രേക്കേഴ്സ്. എന്താണ് ഇവിടെ സൾഫർ ഹെക്സാഫ്ലൂറൈഡ് അല്ലെങ്കിൽ SF6 ആണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ആർക്ക് ക്വെഞ്ചിങ് മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, SF6ന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ഗ്യാസ്. ഓക്കെ, ഇറ്റ് ഹാസ് സ്ട്രോങ് ടെൻഡൻസി ടു അബ്സോർബ് ഫ്രീ ഇലക്ട്രോൺസ്. So we can say that the contacts of breaker that open in the presence of high pressure SF6 flow. So an arc is struck in between them. So the conducting free electrons in the arc that are rapidly captured by the gas to form relatively immobile negative ions. So this loss of conducting electrons in arc quickly builds up enough insulation strength to extinguish the arc. So this SF6 circuit breakers, it has been found to very effective for high power and high voltage services. മറ്റ് സർക്യൂട്ട് ബ്രേക്കർ പോലല്ല, ഹൈ പവർ ആപ്ലിക്കേഷൻസിനും ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻസിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് സർക്യൂട്ട് ബ്രേക്കർ ആണ് SF6 സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കതിൻ്റെ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. In figure, you can see the parts of typical SF6 circuit breaker. Okay, അതിൽ നോക്കിയാൽ മനസ്സിലാവും അതിനൊരു ഫിക്സഡ് പാർട്ടും ഉണ്ട്, ഒരു മൂവിങ് പാർട്ടും ഉണ്ട്. ഓക്കെ, അത് രണ്ടും എൻക്ലോസ്ഡ് ഇൻ എ ചേംബർ. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ആർക്ക് ഇൻട്രപ്ഷൻ ചേംബർ. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? SF6 ഗ്യാസ് ഉണ്ട്. ഓക്കെ, ആ ചേംബർ ദാറ്റ് ഈസ് കണക്റ്റഡ് ടു എ SF6 റിസർവോയർ. ഓക്കെ, അതായത് ഈ ആർക്ക് ഇൻട്രപ്ഷൻ ചേംബർ SF6 റിസർവോയറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. സോ വെൻ കോണ്ടാക്ട് ഓഫ് ദ സർക്യൂട്ട് ബ്രേക്കർ ആർ ഓപ്പൺ, ഒരു വാൽവ് മെക്കാനിസം ഉപയോഗിച്ചിട്ട് ഹൈ പ്രഷർ SF6 ഗ്യാസ് റിസർവോയറിൽ നിന്നും ആർക്ക് ഇൻട്രപ്ഷൻ ചേംബറിലോട്ട് എൻ്റർ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ദ ഫിക്സഡ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഹോളോ സിലിണ്ടറിക്കൽ കറന്റ് ക്യാരിങ് കോണ്ടാക്ട് ദാറ്റ് ഈസ് ഫിറ്റഡ് വിത്ത് ആൻ ആർക്ക് ഹോൺ. സോ അതുകൂടാതെ മൂവിങ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ എ ഹോളോ സിലിണ്ടർ വിത്ത് റെക്ടാങ്കുലർ ഹോൾസ് ഇൻ ദ സൈഡ്സ് ടു പെർമിറ്റ് SF6 ഗ്യാസ് ടു ലെറ്റ് ഔട്ട് ത്രൂ ദ ഹോൾസ് ആഫ്റ്റർ ഫ്ലോയിങ് അലോങ് ദ ആർക്ക്. അതുകൂടാതെ ഈ ഫിക്സഡ് കോണ്ടാക്റ്റിന്റെ ടിപ്സ് ആൻഡ് മൂവിങ് കോണ്ടാക്ട് ആൻഡ് ആർക്കിംഗ് ഹോൺ ദാറ്റ് ആർ കോട്ടഡ് വിത്ത് കോപ്പർ ടങ്സ്റ്റൺ ദാറ്റ് ഈസ് ആർക്ക് റെസിസ്റ്റന്റ് മെറ്റീരിയൽ. അതായത് ഫിക്സഡ് കോണ്ടാക്റ്റിന്റെ ടിപ്പ്, മൂവിങ് കോണ്ടാക്ട്, ആർക്കിംഗ് ഹോൺ എല്ലാം എന്ത് ചെയ്യുന്നിട്ടുണ്ട്? കോപ്പർ ടങ്സ്റ്റൺ കൊണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് എൻ ആർക്ക് റെസിസ്റ്റന്റ് മെറ്റീരിയൽ. സോ SF6 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോസ്റ്റ്ലി തിങ്. സോ ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ആൻഡ് റിക്ലെയിംഡ് ബൈ സ്യൂട്ടബിൾ ഓക്സിലറി സിസ്റ്റം ആഫ്റ്റർ ഈച്ച് ഓപ്പറേഷൻ ഓഫ് ദ ബ്രേക്കർ. ഓക്കെ, ഇതാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി ഇതിന്റെ വർക്കിംഗ് നോക്കാം. കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ വർക്കിംഗ് നോക്കാം. ഓക്കെ, ക്ലോസ്ഡ് പൊസിഷൻ ഓഫ് സർക്യൂട്ട് ബ്രേക്കർ. അതായത് ക്ലോസ്ഡ് പൊസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ മീനിങ്? കോണ്ടാക്ട് എന്ത് ചെയ്യുന്നുണ്ട്? സറൗണ്ടഡ് ബൈ SF6 ഗ്യാസ്. ഏകദേശം അതിന്റെ പ്രഷർ എന്ന് പറയുന്നത് 2.8 kg/cm ആയിരിക്കും. ഓക്കെ, ബ്രേക്കർ ഓപ്പറേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? മൂവിങ് കോണ്ടാക്ട് ദാറ്റ് ഈസ് പുൾഡ് അപ്പാർട്ട് ആൻഡ് ആർക്ക് ഈസ് സ്ട്രക്ക് ബിറ്റ്വീൻ ദ കോണ്ടാക്ട്സ്. സോ ദ മൂവ്മെന്റ് ഓഫ് മൂവിങ് കോണ്ടാക്ട് ദാറ്റ് ഈസ് സിങ്ക്രണൈസ്ഡ് വിത്ത് ദ ഓപ്പണിംഗ് ഓഫ് വാൽവ്. രണ്ടും കൂടെ ഒന്നിച്ചായിരിക്കും. ഓൾസോ വിച്ച് പെർമിറ്റ്സ് SF6 ഗ്യാസ്. ഓക്കെ, അതായത് റിസർവോയറിൽ നിന്നും വാൽവ് വഴി SF6 ഗ്യാസ് ഏകദേശം 14 kg/cm പ്രഷറിൽ എന്ത് ചെയ്യും? ഇൻട്രപ്ഷൻ ചേംബറിലോട്ട് എൻ്റർ ചെയ്യാൻ തുടങ്ങും. ഈ ഹൈ പ്രഷർ ഫ്ലോ ഓഫ് SF6 ദാറ്റ് റാപ്പിഡ്ലി അബ്സോർബ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ ആർക്ക് പാത്ത്. എന്നിട്ട് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഫോം ഇമ്മൊബൈൽ നെഗറ്റീവ് അയോൺസ്. ഓക്കെ, വിച്ച് ആർ ഇൻഎഫക്റ്റീവ് ആസ് ചാർജ് കാരിയേഴ്സ്. സോ ഇതിന്റെ റിസൾട്ട് ആയിട്ട് എന്ത് സംഭവിക്കും? ദ റിസൾട്ട് ഈസ് ദാറ്റ്, അതിന് എന്ത് പറയുന്നത്? മീഡിയം ബിറ്റ്വീൻ കോണ്ടാക്ട്സ് quickly build up high dielectric strength, okay, and causes extinction of arc. So after the breaker operation,
എന്ത് സംഭവിക്കും? വാൽവ് ക്ലോസ് ചെയ്യും ബൈ ദ ആക്ഷൻ ഓഫ് സെറ്റ് ഓഫ് സ്പ്രിങ്സ്. ഇനി നമുക്ക് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് SF6 സർക്യൂട്ട് ബ്രേക്കർ നോക്കാം. ഓക്കെ, SF6 എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് സുപ്പീരിയർ ആർക്ക് ക്വെഞ്ചിങ് പ്രോപ്പർട്ടീസ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് SF6 നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഒരു ആർക്ക് ക്വെഞ്ചിങ് മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ആർക്കിംഗ് ടൈം എന്ന് പറയുന്നത് വെരി ഷോർട്ട് ആർക്കിംഗ് ടൈം ആയിരിക്കും മറ്റ് ബ്രേക്കേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു സുപ്പീരിയർ ആർക്ക് ക്വെഞ്ചിങ് പ്രോപ്പർട്ടി ഓഫ് SF6. ഓക്കെ, അതുകൂടാതെ SF6ന്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2 to 3 times that ഓഫ് എയർ. ഓക്കെ, അങ്ങനെയുള്ള ബ്രേക്കേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ലാർജർ കറണ്ടിനെ ഇന്ററപ്റ്റ് ചെയ്യാൻ പറ്റും. സോ SF6 ബ്രേക്കർ ദാറ്റ് ഗിവ്സ് നോയ്സ്ലെസ് ഓപ്പറേഷൻ. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ഇറ്റ്സ് ക്ലോസ്ഡ് ഗ്യാസ് സർക്യൂട്ട്. പിന്നെ നമുക്ക് പറയാം നോ എക്സോസ്റ്റ് ടു അറ്റ്മോസ്ഫിയർ അൺലൈക്ക് ദ എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ. അതായത് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറുള്ള പോലെ എക്സോസ്റ്റ് എമിഷനും കാര്യങ്ങളും ഒന്നുമില്ല. ഓൾസോ ദ ക്ലോസ്ഡ് ഗ്യാസ് എൻക്ലോഷർ ദാറ്റ് കീപ്സ് ഇന്റീരിയർ ഡ്രൈ. Okay, so that there is no moisture problem. So these are the advantages of SF6 circuit breaker. പിന്നെ നോക്കുവാണെങ്കിൽ റിസ്ക് ഓഫ് ഫയർ എന്ന് പറയുന്നത് ഇല്ല. എന്തുകൊണ്ടാണ്? SF6 എന്ന് പറയുന്നത് നോൺ ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ്. ഓക്കെ, അത് കൂടാതെ പറയാം ദർ ഇസ് നോ കാർബൺ ഡെപ്പോസിറ്റ്, സോ ദാറ്റ് ട്രാക്കിംഗ് ആൻഡ് ഇൻസുലേഷൻ പ്രോബ്ലംസ് ആർ എലിമിനേറ്റഡ്. ലോ മെയിൻ്റെനൻസ് കോസ്റ്റ് ആണ്, ലൈറ്റ് ഫൗണ്ടേഷൻ റിക്വയർമെന്റ്സ് ആണ്, ആൻഡ് മിനിമം ഓക്സിലറി എക്യുപ്മെന്റ് ഇൻ കേസ് ഓഫ് SF6 സർക്യൂട്ട് ബ്രേക്കർ. ഈ SF6 സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടോട്ടലി എൻക്ലോസ്ഡ്, സീൽഡ് ഫ്രം അറ്റ്മോസ്ഫിയർ ആണ്. സോ ദേ ആർ പെർട്ടിക്കുലർലി സൂട്ടബിൾ വേർ എക്സ്പ്ലോഷൻ ഹസാർഡ് എക്സിസ്റ്റ്. ഏകദേശം നമ്മുടെ കോൾ മൈനിലൊക്കെ നമുക്ക് ആപ്ലിക്കബിൾ ആവുന്ന ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ആണിത്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് SF6ന്റെ കോസ്റ്റ് തന്നെയാണ്. ഹൈ കോസ്റ്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഒന്നെന്ന് പറയുന്നത് ഓരോ ഓപ്പറേഷൻ കഴിയുമ്പോഴും ഈ SF6 ഗ്യാസ് വി ഹാവ് ടു ബി റീകണ്ടീഷൻഡ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അഡീഷണൽ എക്യുപ്മെന്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. ആപ്ലിക്കേഷൻസ് നോക്കുവാണെങ്കിൽ ഇറ്റ് ഹാസ് ബീൻ ഡെവലപ്ഡ് ഫോർ വോൾട്ടേജസ് 115 kV to 230 kV. പവർ റേറ്റിംഗ് എന്ന് പറയുന്നത് 10 MVA to 20 MVA ആൻഡ് ഇന്ററപ്റ്റിംഗ് ടൈം ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ 3 cycles. ഓക്കെ, ഇത്തരം ആപ്ലിക്കേഷൻസ് നമുക്ക് SF6 ബ്രേക്കേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. സോ നമ്മളിന്ന് പഠിച്ചത് SF6 സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ പറ്റിയിട്ടാണ്. വീഡിയോ ഒന്നുകൂടെ കാണുക, PPT ഒന്നുകൂടെ നോക്കുക, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. താങ്ക് യു.